ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീയിൽ ഒരു വലിയ ഘടന തന്നെ നമ്മുടെ ഈ ക്രിസ്മസ് ദിവസമൊക്കെ വേണം. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എവിടെ തിരഞ്ഞു നോക്കിയാലും നമ്മുടെ ക്രിസ്മസ് ട്രീ മേക്കിംഗ് വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ചെറിയ രീതിയിലല്ല, വലിയ രീതിയിലാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പള്ളിയിൽ ഇന്നലെ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമുക്ക് പള്ളിയിൽ വർക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടുള്ള വീഡിയോ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യാനായിട്ട് പോയിട്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഫ്രെയിമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുറച്ച് മാത്രമേ ചുറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കത് ഫുള്ള് വാങ്ങണം. അതോടൊപ്പം തന്നെ അതിന് 30 രൂപയൊക്കെ ചിലയിടത്ത് ചോദിക്കുന്നുണ്ട്, ചിലയിടത്ത് 60 രൂപ ചോദിക്കും, ചിലയിടത്ത് 100 രൂപ വരെ ആ ചുറ്റുന്ന സാധനത്തിന് സൈസ് അനുസരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങണം, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, അതോടൊപ്പം ലൈറ്റ് എല്ലാം വാങ്ങിയിട്ട് നമുക്കതിനെ അലങ്കരിക്കണം. ആദ്യം പോയി നിങ്ങൾ അതിൻ്റെ ഫ്രെയിം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതും അതോടൊപ്പം തന്നെ ഈ മിനുക്ക് സാധനം ഉണ്ടല്ലോ അത് ചുറ്റുന്നതെല്ലാം ഒന്ന് പോയി കണ്ടിട്ട്. അതോടൊപ്പം തന്നെ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലോട്ട് ഇടാം. ഇതാണ് നമ്മൾ ക്രിസ്മസ് ട്രീക്ക് ചെയ്തു വെച്ചിട്ടുള്ള ഫ്രെയിം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ 4 സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള കമ്പി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ വാർപ്പ് പണിക്ക് മിച്ചം വന്നിട്ടുള്ള കമ്പിയാണ്. അതോടൊപ്പം തന്നെ ഈ റൗണ്ട് റിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ സ്റ്റേ കമ്പിയാണ് കേട്ടോ. അതിന് റൗണ്ടായിട്ട് റിംഗ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് കെട്ടുകമ്പി വെച്ചിട്ടാണ് ഇത് കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ നല്ല റിസ്കി പരിപാടിയായിരുന്നു. കെട്ടുകമ്പിയൊക്കെ വെച്ച് കെട്ടുന്നത് നല്ല റിസ്കി പരിപാടി തന്നെയാണ്. അതോടൊപ്പം തന്നെ കയ്യിലൊക്കെ കുറേ പൊത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നൈസായിട്ട് തന്നെ നമ്മളെല്ലാം വർക്കൊക്കെ കഴിഞ്ഞു കുറേ റിങ്ങൊക്കെ ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ്. നമ്മൾ താഴെ തൊട്ട് മുകളിൽ വരെ വലിയ രീതിയിൽ ഉള്ള റിങ് മുതൽ ചെറിയ രീതിയിലുള്ള റിങ് വരെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. താഴെ വലുതും അതോടൊപ്പം തന്നെ ഏറ്റവും ചെറുതിൽ ആണ് ഏറ്റവും ടോപ്പിൽ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിതിൽ ചുറ്റാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ മിനിക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഏകദേശം ഒരു 17 പീസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നിരത്തി തന്നെ നമുക്ക് ചുറ്റിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേ പയ്യന്മാരുണ്ടായിരുന്നു, കുറേ പാർട്ടായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ആദ്യം ജോയിൻ ചെയ്യണം കേട്ടോ. ഇത് ചെറിയ രീതിയിൽ ഏകദേശം 1 മീറ്റർ മാത്രമാണ്, അല്ലാതെ നോർമൽ ലെങ്ത് വരുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ 30 രൂപയാണ് 17 പീസായിട്ട് റേറ്റ് ചൂസ് ചെയ്തത് അവർ. എന്തായിരുന്നാലും കൊള്ളാം കേട്ടോ. പിന്നെ നമ്മൾ ഈ റിങ് ആയിട്ട് ചെയ്തില്ലേ, ഈ ഫ്രെയിം ചെയ്തതിൽ തന്നെ നമ്മൾ കുറച്ച് ഓലയുടെ മടൽ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുകയാണെങ്കിൽ അവർ ഒരു ഏകദേശം ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് വരുന്നത്. നമ്മളിതിനെ ഒരു സർക്കിൾ ഷേപ്പിനായിട്ട് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചുറ്റി തുടങ്ങുകയാണ്. നമ്മൾ നടുക്കുന്നാണ് ചുറ്റി തുടങ്ങുന്നത്. ഇത്രയും പോരാ, എന്തായിരുന്നാലും നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനായിട്ടുമുണ്ട്. അപ്പോൾ ഇത് തന്നെ ടോട്ടൽ 17 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. 17 പീസ് റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഓരോ കടയിലും ഓരോ റേറ്റ് ആയിരിക്കാം. ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ കാട്ടാക്കട ചൂടുപലകയിൽ ഉള്ള ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തത്. നമുക്ക് 17 പീസ് 30 രൂപയ്ക്ക് പീസായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുള്ള് ചുറ്റി കഴിഞ്ഞപ്പോൾ 17 പീസും കൂടെ ആയപ്പോൾ ഇത്ര തന്നെ തികഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചുറ്റേണ്ടതുണ്ട്, ടോപ്പ് വരെ ചുറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ താഴെയും ചുറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇത് ചാലയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മിനിക്കാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് കുറേയധികം നമ്മൾ വാങ്ങിയിട്ടുണ്ട്, ഏകദേശം 35 പീസ് എന്തോ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് നമുക്ക് വന്നിട്ടുള്ളത് 28 രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ചാലയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ചേട്ടൻ പരീക്ഷയ്ക്ക് പോയതിന് ശേഷം അവിടെ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ നമ്മളെല്ലാ പയ്യന്മാരും കൂടെ ആയിട്ട് പെട്ടെന്ന് ചുറ്റി തീർന്നു കേട്ടോ. അങ്ങനെ ഫുള്ള് ചുറ്റേണ്ടതുണ്ട്. ഇതും തികയൊന്നും തോന്നുന്നില്ല. എന്തായിരുന്നാലും നമ്മൾ 2-3 സ്റ്റെപ്പ് പോയി തന്നെ വാങ്ങേണ്ടതുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇതിൽ തന്നെ നമുക്ക് കുറേ മിനിക്കും വാങ്ങണം. അതോടൊപ്പം തന്നെ ഇതിൽ വയ്ക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ബാൻഡ്, ബെല്ല്, ബോള്, അങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങാനായിട്ടും ഉണ്ട്. അത് നമുക്കിതിൽ സെറ്റ് ചെയ്യണം. എന്തായിരുന്നാലും ഇത് ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഒരു 11 അടി പൊക്കമുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇത് ചുറ്റുന്ന സമയത്ത് കറക്കി ചുറ്റിയില്ലെങ്കിൽ അത് ഫുള്ള് ചറവി താഴോട്ട് പോകും. അതുകൊണ്ട്
ഇത് തീർന്നതിൻ്റെ അവിടെ വെച്ചിട്ട് 2-3 വട്ടം കറക്കി ചുറ്റിയാണെങ്കിൽ നല്ലതായിട്ട് ഇരിക്കും. അതോടൊപ്പം തന്നെ ഈ മടൽ വെക്കുന്നതിനേക്കാളും ആ മടൽ വെച്ചിരിക്കുന്നതിനടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പി വെച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ കമ്പിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ചിലയിടത്ത് നമ്മൾ ഇതേപോലെ മടൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വർഷങ്ങൾക്ക് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 3-ാമത്തെ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ 4-5 വട്ടം കടയിൽ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം കുറേ പീസ് നമ്മൾ എടുത്ത കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുത്തത് വീണ്ടും ചാലയിൽ പോയതിന് ശേഷം ഇതിൻ്റെ കട്ടി കുറഞ്ഞ മിനിക്കാണ് എടുത്ത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് 19 രൂപയാണ് ഒരു പീസിന് റേറ്റ് വരുന്നത്. എന്തായിരുന്നാലും ഇത് നമ്മൾ ഫുള്ള് ചുറ്റി കൊടുക്കുകയാണ്. ഇത് ചുറ്റുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. മുകളിൽ കുറഞ്ഞതും താഴെ വരുമ്പോൾ കട്ടി കൂടിയതും കൂടെ ആയിട്ട് വരുമ്പോൾ അടിപൊളിയാണ് ഭംഗി എന്ന് പറയുന്നത്. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് കുറേയധികം എക്യുപ്മെൻറ്റ്സൊക്കെ ഇടണം. അത് വാങ്ങാനും വീണ്ടും പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, മഴ നനഞ്ഞ് ചെറിയ രീതിയിൽ തന്നെ ഇവിടെ ഫുള്ള് പോയി കേട്ടോ. ഫുള്ള് ഉണങ്ങി വന്നാലേ നമുക്ക് ഇനി അടുത്ത അടിപൊളി ലുക്ക് വരാനായിട്ട് പറ്റുകയുള്ളൂ. എന്തായിരുന്നാലും കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഈ അലങ്കാര പണികളാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. കുറേയധികം ക്രിസ്മസ് ട്രീയുടെ സൈഡിലൊക്കെ വയ്ക്കേണ്ട അലങ്കാര സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ബെല്ല്, അതോടൊപ്പം തന്നെ ക്രിസ്മസ് ഫാദറിൻ്റെ ചെറിയ സൈസ് ക്രിസ്മസ് ട്രീ, ബോൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഫുള്ള് സെറ്റ് ചെയ്തു. എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ അടിപൊളി എന്ന് വെച്ചാൽ പൊളിയാണ് കേട്ടോ. ഞാൻ ചെയ്തുകൊണ്ടൊന്നും പറയണമെന്നല്ല കേട്ടോ. ഇതാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു വലിയ സ്റ്റാർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു സ്റ്റാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കാണാൻ അടിപൊളിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 11-12 അടിയോളം പൊക്കമുണ്ട് കേട്ടോ. ഇത് എന്തായാലും കാണാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷേ ഇത് നല്ല റേറ്റ് മുടക്കിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ മിനിക്ക് സാധനത്തിന് മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിൽ വർക്ക് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് പെട്ടെന്ന് വീഡിയോ ഇടണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് പെട്ടെന്ന് ഇതിട്ടത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഏകദേശം ഇത് മാത്രമല്ല കേട്ടോ. ഇനി ഇതിൻ്റെ കുറേ പണികൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അത് നമ്മുടെ അടുത്ത ഡെക്കറേഷൻ വ്ളോഗായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പള്ളിയിൽ ഇനിയും പുൽക്കൂട് കാര്യങ്ങളൊക്കെ ഇനിയാണ് കെട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഇതിന് തന്നെ നമുക്ക് താഴെ ഒരു ഫ്രെയിമും കൂടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം നമ്മുടെ അടുത്ത വ്ളോഗിൽ കാണാം. ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.